ഫാം ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം ഓക്കെ ഈ ഒരു ബേസിക് ഉണ്ട്. എന്നാലും നിങ്ങൾക്ക് ആ ഒരു ബേസ് ഉള്ളത് കൊണ്ട് ഇതിൽ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു? ഓക്കെ, അപ്പോൾ ആ ഒരു ടൈം ആയപ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമുക്കിത് ചെയ്ത് പഠിക്കാതെ ബുക്ക് നമുക്ക് അതെ ജസ്റ്റ് ചെയ്ത് പഠിച്ച കാരണം തന്നെയല്ലേ നിങ്ങൾക്ക് ബുക്സിൽ നിന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് കിട്ടിയിട്ടുള്ളത്? അതെനിക്ക് സംഭവം കുറച്ച് ഫസ്റ്റ് അറിയുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ഒരു ഡൗട്ട് ഒക്കെ ഉണ്ടായിരുന്നു. ഈവൻ ദോ ലൈഫ് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും നമുക്കൊരു കാരണം നമുക്ക് അറിയാത്തൊരു. ഹലോ എവറി വൺ, വെൽക്കം ടു ഇൻഡസ് ടോക്സ്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാനായിട്ടാണ്. നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് ആൾ ഇപ്പോൾ റീസെൻ്റായിട്ട് പാസ് ഔട്ട് ആയിട്ടേ ഉള്ളൂ. ആൾ സർട്ടിഫൈഡ് ആവുന്നതിന് മുൻപ് തന്നെ നമുക്ക് തൃശ്ശൂർ തന്നെ ആളെ പ്ലേസ് ആക്കാനായിട്ട് പറ്റി. അപ്പോൾ ആളെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. പറയും. ഹലോ ഓൾ, എൻ്റെ പേര് അതുൽ. ഞാൻ Diploma ഗ്രാജുവേറ്റ് ആണ്. ഞാനിവിടെ ഇൻഡസിലാണ് മെഡിക്കൽ കോഡിങ് കംപ്ലീറ്റ് ചെയ്തത്. ഓൾമോസ്റ്റ് ഒരു 3 months കഴിഞ്ഞ് എക്സാമൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ എനിക്ക് ഒരു നല്ലൊരു കമ്പനിയിൽ, അതും തൃശ്ശൂർ തന്നെ പ്ലേസ്മെൻറ്റ് ലഭിച്ചു. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ? നിങ്ങളിപ്പോൾ 2 രീതിയിലും വന്നിരുന്നു അല്ലേ? ഓഫ്ലൈനും ഉണ്ടായിരുന്നു, ഓൺലൈനും ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടായിരുന്നോ ക്ലാസ്സസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഞാൻ കൂടുതലും ഓഫ്ലൈൻ ക്ലാസ്സുകളാണ് പ്രിഫർ ചെയ്തത് ഓൺലൈനേക്കാളും. കാരണം നേരിട്ട് വന്നിട്ടുള്ള ഇന്ററാക്ഷൻ ആയാലും അവരോടുള്ള ടീച്ചേഴ്സായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വഴി നമുക്കെല്ലാം നല്ലപോലെ മനസ്സിലാക്കാനൊക്കെ പറ്റും. ഇപ്പം ഞങ്ങളുടെ മാം ആയാലും നല്ലപോലെ എല്ലാം ഡിസ്ക്രൈബ് ചെയ്ത് നല്ലപോലെ നമുക്ക് എല്ലാം ഇപ്പോൾ ലാംഗ്വേജ് പ്രോബ്ലം ഉള്ളവർക്കായാലും ഇംഗ്ലീഷിലൊക്കെ നല്ലപോലെ മാം ഡിസ്ക്രൈബ് ചെയ്ത് തന്നിരുന്നു. പിന്നെ ഡെയിലി നമുക്ക് ഹോംവർക്ക്സ് തരും, ഓരോ വർക്ക്സ് ഒക്കെ തന്നിട്ട് നമുക്ക് ആ കറക്റ്റ് ആ ഒരു ട്രാക്കിൽ തന്നെ മാം നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഇന്ന് എടുക്കുന്നത് അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെയായിരുന്നു മാമിന്റെ. ഇപ്പൊ നിങ്ങളിപ്പോ വരാൻ പറ്റാത്ത ദിവസങ്ങളിൽ ഓൺലൈൻ എടുക്കുമ്പോ എന്തെങ്കിലും ഡിഫറൻസ് നിങ്ങൾക്ക് തോന്നിയിരുന്നു? ഓൺലൈനിൽ എടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടേതായ സ്പേസിലല്ല, അപ്പൊ നമുക്ക് ഫുൾ ടൈം അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ആ ഒരു പ്രശ്നം മാത്രമല്ല, അല്ലാണ്ട് മാം ഫുൾ ആ ഒരു ട്രാക്കിൽ തന്നെയായിരുന്നു എപ്പോഴും. ഈവൻ ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ ആയാലും മാം ആ ഒരു ട്രാക്ക് തന്നെയായിരുന്നു മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ക്ലാസ്സസ് ഇപ്പോൾ ബാക്കി ഇങ്ങനെ സ്റ്റുഡൻസ് നിങ്ങളുടെ ബാച്ചിലെ കുറച്ച് കുട്ടികളായിട്ട് ഓട്ടോമാറ്റിക്കലി ക്ലാസ് ഒരു 3.5 മാസം ആണെങ്കിൽ കൂടി നിങ്ങളിപ്പോൾ ഓഫ്ലൈൻ വന്ന കുട്ടികളുണ്ടായിരുന്നു അല്ലേ? നിങ്ങളിങ്ങനെ മാറി ഇവരെന്ന് പറഞ്ഞാൽ ഓഫ്ലൈനും ഓൺലൈനും നമുക്ക് ക്ലാസ്സസിന് തന്നെ ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവരുടെ നമ്മുടെ പ്രിഫറൻസിന് നമുക്ക് ഓഫ്ലൈനോ ഓൺലൈനോ ചൂസ് ചെയ്യാം. അതിലങ്ങനത്തെ വേറെ ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നും ഇപ്പം നിങ്ങളുടെ തന്നെ ബാച്ചസിൽ വേറെ ഡിസ്ട്രിക്റ്റിൽ നിന്നൊക്കെയുള്ള കുട്ടികളുണ്ടായിട്ടില്ലേ? അപ്പോൾ നമുക്ക് പിന്നെ എങ്ങനെയാണ് നിങ്ങളിപ്പോൾ ഒരു ഫാം ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം ഓക്കെ ഈ ഒരു ബേസിക് ഉണ്ട്. എന്നാലും നിങ്ങൾക്ക് ആ ഒരു ബേസ് ഉള്ളത് കൊണ്ട് ഇതിൽ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു? എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടായിരുന്നോ അതോ ഇത് ന്യൂ ആയിരുന്നോ? ഓൾറെഡി ഞാൻ ബിഫാം പഠിച്ച സമയത്ത് തന്നെ അനാറ്റമിക്കലായിട്ട് കുറേ സ്റ്റഡീസ് ഞങ്ങൾക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ലാബൊക്കെ ആയിട്ട് കുറേയൊക്കെ എനിക്കറിയാം ആ ഒരു ബേസുള്ള കാരണം. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ അവിടെ നോൺ ലൈഫ് സയൻസ് സ്റ്റുഡൻസും ഉണ്ടായിരുന്നു, ഓഫ്ലൈനും ഉണ്ടായിരുന്നു. ഈവൻ അവർക്ക് വരെ ശരിക്കും നല്ല മനസ്സിലാവുന്ന രീതിയിൽ തന്നെയായിരുന്നു ക്ലാസ്സുകളൊക്കെ. എല്ലാം നല്ല അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ആയിരുന്നു. അവർക്ക് പോലും ഒരു ഡൗട്ട് ഇല്ലാത്ത രീതിയിലായിരുന്നു ക്ലാസ്സിന്റെ ആ ഒരു ക്ലാരിഫിക്കേഷൻ ഒക്കെ. അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു കൗതുകമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അതല്ല ഞാൻ ചോദിക്കുന്നത്, ലൈക്ക് അനാറ്റമി നമുക്ക് കോഡിംഗ് ഗൈഡ് ലൈൻസും അതെനിക്ക് സംഭവം കുറച്ച് ഫസ്റ്റ് അറിയുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ഒരു ഡൗട്ട് ഒക്കെ ഉണ്ടായിരുന്നു. ഈവൻ ദോ ലൈഫ് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും നമുക്കൊരു കാരണം നമുക്ക് അറിയാത്തൊരു തീരെ പരിചയമില്ലാത്തൊരു ഇതായിരുന്നു, ഒരു ടോപ്പിക് ആയിരുന്നു അത്. പക്ഷെ കുറച്ച് നാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു അതെങ്ങനെ ICD CPT ഒക്കെ ചെയ്ത് പഠിക്കുമ്പോ നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ വിചാരിക്കില്ലേ ബുക്ക് കാണുമ്പോ ഏകദേശം ഒരു വലിയ ബുക്ക് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇത്ര പറയുമ്പോൾ എന്താ ഓപ്പൺ ബുക്കാണ്. പക്ഷെ ഇപ്പൊ മോക്ക് വരെ ഇവര് 5 മോക്ക് വരെ ചെയ്തെത്തിയിട്ടുണ്ട്. അത്രേ ആയിട്ടുള്ളൂ ആക്ച്വലി കോഴ്സ് കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈം ആയപ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമുക്കിത് ചെയ്ത് പഠിക്കാതെ ബുക്ക് നമുക്ക് അതെ ജസ്റ്റ് ചെയ്ത് പഠിച്ച കാരണം തന്നെയല്ലേ നിങ്ങൾക്ക് ബുക്സിൽ നിന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് കിട്ടിയിട്ടുള്ളത്? ഓക്കെ, എങ്ങനെ ICD CPT ഒക്കെ കൂടുതൽ എങ്ങനെയായിരുന്നു നിങ്ങളുടെ പഠിക്കാനുള്ള രീതി കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ICD പൊതുവെ പറഞ്ഞ പോലെ കുറെ കണ്ടന്റ് ഇതൊക്കെ ഉള്ള കാരണം നമുക്ക് അതിൽ നിന്ന് ഓരോന്ന് ക്യാച്ച് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. പക്ഷെ CPT ചെയ്ത് വരുമ്പോ കുഴപ്പമില്ല, ഏറ്റവും കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നിയത് CPT തന്നെയായിരുന്നു. അപ്പോൾ അതുള്ള അഭിപ്രായത്തിൽ എങ്ങനെയാണ് നമ്മൾ
കറക്റ്റ് പഠിച്ചാൽ തന്നെയല്ലേ നമുക്കിത് പാസ്സാവും. കറക്റ്റ് തന്നെയാണ്. കാരണം അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മളെല്ലാം പഠിച്ച ആ ഒരു ട്രാക്കിൽ പോയാൽ തന്നെയാണ് നമുക്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ മോക്ക് ചെയ്തപ്പോ എങ്ങനെയായിരുന്നു? അതായത് നിങ്ങൾക്ക് കോഴ്സ് കഴിഞ്ഞ് കുറച്ച് ടൈം പഠിക്കാൻ തന്നു, എന്നിട്ടായിരുന്നു മോക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ മോക്ക് ഒക്കെ ആയപ്പോ എങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് ശരിക്കും ആ ഒരു ഇത് മനസ്സിലായില്ലേ എങ്ങനെയായിരിക്കും? അതിന് മുന്നേ തന്നെ നമുക്ക് കുറെ എന്താ പറയാ ട്രെയിനിങ് പോലത്തെ കുറച്ച് എക്സാമുകളൊക്കെ നമുക്ക് മാം നടത്തിയിട്ടുണ്ടായിരുന്നു. അത് കാരണം മോക്ക് വരുമ്പോ അത്ര വലിയ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നില്ല. ആ ഒരു ടൈം മാനേജ്മെന്റ് ഒരു ട്രാക്ക് മാത്രമായിരുന്നു. ഇത് അതുള്ള ഫസ്റ്റ് ഇന്റർവ്യൂ കൂടിയായിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ ഇന്റർവ്യൂവിന്റെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എന്തായിരുന്നു അവർ ചോദിച്ചതൊക്കെ? പറഞ്ഞ പോലെ എൻ്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആയിരുന്നു. ഞാൻ നല്ലപോലെ ടെൻഷനൊക്കെ ആയിരുന്നു. പക്ഷേ എന്താ പറയുക, മാം പറഞ്ഞ പോലെ തന്നെ ഞാൻ ആ ഒരു ഇന്റർവ്യൂവിനെ കുറിച്ചുള്ള ഇന്റർവ്യൂ ബോർഡിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ചൊക്കെ നല്ലപോലെ പ്രിപ്പയർഡ് ആയിരുന്നു. ഓൾമോസ്റ്റ് നമ്മൾ പഠിച്ച ടോപ്പിക്സിൽ തന്നെയായിരുന്നു അവർ ഇന്റർവ്യൂവിൽ ചോദിച്ചത്. അതും മെയിനായിട്ട് ഗൈഡ് ലൈൻസിനെ കുറിച്ചിട്ടും പിന്നെ അനാറ്റമി ക്വസ്റ്റ്യൻസും അങ്ങനത്തെ മെയിൻ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ എനിക്ക് നല്ലപോലെ അതിനെക്കുറിച്ചൊരു ഐഡിയ ഉള്ള കാരണം, ബേസിക് ഒരു ഐഡിയ ഉള്ള കാരണം നമുക്കത് നല്ലപോലെ അവിടെ പെർഫോം ചെയ്യാൻ പറ്റി. അത് കാരണം ഇന്റർവ്യൂ ബോർഡിൽ എനിക്ക് സെലക്ഷൻ കിട്ടി. അത് ആക്ച്വലി നിങ്ങളൊക്കെ ബേസ് ഉള്ളത് കൊണ്ട് തന്നെയല്ലേ? അതായത് അനാട്ടമി നിങ്ങൾക്ക് ഇത്രയും ബ്രീഫായിട്ട് തന്നത് കൊണ്ട് മാത്രമല്ലേ നിങ്ങൾക്ക് ഒരു പരിധി വരെ ആ ഇന്റർവ്യൂവിന് നിങ്ങൾക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റിയത്. കാരണം ഒന്നാമത് നമ്മളെ ലൈഫ് സയൻസ് ആണ്. എന്നിരുന്നിട്ടും നമ്മൾ ഇവിടെ നിന്ന് എല്ലാവരുടെയും പോലെ തന്നെ കറക്റ്റ് 1 month 1 week അല്ല നിങ്ങൾക്ക് അനാറ്റമി പോർഷൻ വന്നിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇന്റർവ്യൂ കറക്റ്റ് രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഇനി എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറയാനുള്ള? പാരൻസ് ഒക്കെ എന്ത് പറഞ്ഞു? എല്ലാവരും ഹാപ്പിയാണ് ആക്ച്വലി. കാരണം ഈ ഒരു കോഴ്സ് കഴിയുന്നതിനുള്ളിൽ തന്നെ എനിക്ക് ജോലി കിട്ടിയെന്ന് പറയുമ്പോൾ അവർ ആകെ എക്സൈറ്റഡ് ആയി. നല്ലപോലെ എന്താ പറയുക, ഒരു കൺഗ്രാജുലേഷൻസും അവരുടെ ആ ഒരു നല്ലൊരു അപ്രീസിയേഷനൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ആക്ച്വലി നല്ലൊരു ഹാപ്പി മൂഡിൽ തന്നെയാണ്. കാരണം തീരെ ഞാൻ പ്രതീക്ഷിക്കാണ്ടായിരുന്നു എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ നിന്ന് കോൾ വന്നതും സെലക്റ്റഡ് ആയി എന്ന് പറഞ്ഞ് അവർ എന്നെ വിളിക്കുന്നതൊക്കെ. സോ ആക്ച്വലി ഞാൻ നല്ല ഹാപ്പിയാണ്. ഇനിയിപ്പോൾ എന്താണ് നമുക്ക് ഇനി വരുന്ന കുട്ടികളുടെ അടുത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ തൻ്റെ ഒരു സൈഡിൽ നിന്ന് എന്താണ് ഈ കോഴ്സിനെ പറ്റിയിട്ടായാലും, അല്ലെങ്കിൽ ഇനി ഈ കോഴ്സ് എടുക്കണമെന്ന് ആഗ്രഹമുള്ള കുട്ടികളുടെ അടുത്ത് പറയാനായിട്ട് എന്താണ് ഒരു ടോട്ടൽ? ഈ ഒരു കോഴ്സ് സത്യം പറഞ്ഞാൽ നല്ലൊരു ബെനിഫിറ്റുള്ള ഒരു കോഴ്സ് തന്നെയാണ്. അതും ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടും നമുക്ക് നല്ലൊരു ബെനിഫിറ്റും നല്ലൊരു സ്കോപ്പും ഉള്ള ഒരു കോഴ്സ് തന്നെയാണ്. ഞാനിത് ഈ കോഴ്സ് എടുത്ത ടൈമിലും ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് തന്നെയായിരുന്നു. പക്ഷേ ഇവിടുത്തെ സ്റ്റാഫ് എല്ലാവരും നമ്മൾ അതിനെക്കുറിച്ച് നല്ലപോലെ അതിനെക്കുറിച്ചൊരു അവയർനെസ്സും അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു നമ്മളെ മനസ്സിലാക്കുന്ന രീതിയിലുള്ള കൺവിൻസിങ് ആയിട്ടുള്ള ഒരു രീതിയിലായിരുന്നു അവരുടെ എല്ലാ അപ്രോച്ചും എല്ലാം. അതൊക്കെ കേട്ടപ്പോൾ തന്നെ എനിക്ക് മൊത്തത്തിൽ നല്ലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയായിരുന്നു ഈ കോഴ്സിനെ കുറിച്ചിട്ടായാലും. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ കോഴ്സ് നിങ്ങൾ അറിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിട്ട് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ ഞാൻ എന്തുകൊണ്ട് പറയുകയാണെങ്കിൽ ഈ കോഴ്സ് എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. കാരണം ഈ കോഴ്സിലൂടെ എന്തുകൊണ്ടും നല്ലൊരു ബെനിഫിറ്റ്സ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അതും ഇൻഡസ് എഡ്യൂക്കേഷൻ നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ മെഡിക്കൽ കോഡിംഗ് എന്നുള്ളൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും ഇനി പ്ലേസ്മെൻറ്റ് ലഭിച്ച് നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനായാലും ഐ സജസ്റ്റ് ഇൻഡസ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ ജോലിക്ക് കയറി അതിരിക്കട്ടെ, പക്ഷെ അതിൽ സർട്ടിഫൈഡ് അല്ല. ആളെ ഈ പറഞ്ഞ പോലെ മോക്ക് തന്നെ 5 എണ്ണം കഴിയുമ്പോഴേക്കും ആൾ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി CPC സർട്ടിഫിക്കേഷൻ എടുക്കാണ്ട് ഇരിക്കരുത്. അതെന്തായാലും ജോലിക്ക് കയറി ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എമൗണ്ടിൽ തന്നെ CPC എക്സാമിന് ഡേറ്റ് എടുക്കാം. ഓക്കെ, അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ ആയാലും നമ്മളിവിടെ നിന്ന് ആദ്യം നിങ്ങളൊന്ന് സെൽഫ് പ്രിപ്പയർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിനുള്ള പ്രിപ്പറേഷനും നമ്മൾ തന്നെ ഇവിടെ നിന്ന് ഒരു 1.5 month സെപ്പറേറ്റ് പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കി കറക്റ്റായിട്ടുള്ള രീതിയിൽ പോവാം. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ജോബ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു എവരി വൺ ഫോർ വാച്ചിങ് ഇൻഡസ് ടോക്സ്.